നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പല ആളുകളുടെയും വായുടെ സൈഡിൽ കൂടെ ഉമിനീര് വീണിട്ട് ഒരു പാട് പോലെ കണ്ടുവരാറുണ്ടല്ലേ? ചിലരുടെയൊക്കെ കാണാൻ തലയോട് നന്നായിട്ട് ഉമിനീര് കൂടുതലായിട്ട് വീണിട്ട് നനഞ്ഞിരിക്കാറും ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നം കൊച്ചുകുട്ടികൾ മാത്രമല്ല, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും പ്രായമായവരിലും പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ശരിക്കും ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അതുപോലെ ഇതിനെ തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ വായിൽ ഏകദേശം ഒരു ദിവസത്തിൽ 1 ലിറ്ററോളം ഉമിനീര് വരെ ഉണ്ടാകാറുണ്ട്. കമ്പാരിറ്റീവ്ലി രാവിലെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാകുക. രാത്രി കിടക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി രാത്രി കിടക്കുമ്പോൾ വായിൽ നിന്ന് ഉമിനീര് വരുന്നതിന് കുറച്ച് കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു മസിൽസ് ഉണ്ടല്ലോ, കവിളിന്റെ ഈ ഒരു ഭാഗത്ത് ഇവിടത്തേക്ക് മസിൽസ് വളരെ ലൂസ് ആകും. ഇത് ലൂസ് ആകുന്നതിലൂടെയും അറിയാതെ വായിൽ നിന്ന് ഉമിനീര് പുറത്തേക്ക് പോകാം. രണ്ടാമത്തെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ കിടക്കുന്നതിന്റെ പൊസിഷൻ. ചിലരൊക്കെ കാണാൻ പറ്റും കൂടുതൽ കമിഴ്ന്ന് കിടക്കുന്നവര്. അങ്ങനെയും കൂടുതൽ ചില ആൾക്കാർ കൂടുതൽ ചെരിഞ്ഞും കിടക്കാറുണ്ട്. ഇതിലൂടെയും അറിയാതെ വായിൽ നിന്ന് കൂടുതൽ ഇങ്ങനെ ഉമിനീര് പുറത്തേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. അടുത്തത്, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. സൈനസൈറ്റിസിന്റെ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷം, നന്നായിട്ട് കൂടുതൽ തുമ്മൽ ഫേസ് ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുക, നമ്മുടെ ഈ ഒരു ഭാഗത്ത് കഞ്ചഷൻ മൂലം ഇവിടെ ബ്ലോക്ക് ആവും. അപ്പൊ മൂക്ക് ബ്ലോക്ക് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായ തുറന്നിട്ട് അങ്ങനെ നമ്മൾ അറിയാതെ വായിൽ നിന്ന് ഉമിനീര് പോകും. ചിലതരം ഇൻഫെക്ഷൻസ്, ടോൺസിലൈറ്റിസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് കണ്ടുവരാറുണ്ട് കേട്ടോ. ഇനി നാലാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിലാണ് അമിതവണ്ണം. കൂടുതലായിട്ട് തടി നന്നായിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ രാത്രി കിടക്കുന്ന സമയത്ത് നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗത്ത് മസിൽസ് ഉണ്ടല്ലോ, നന്നായിട്ട് ടൈറ്റ് ആകും. ഇത് ടൈറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായ തുറന്നിട്ടാണ് നമ്മൾ ശ്വാസം എടുത്തിട്ട് കിടക്കുക. മൂക്കിലൂടെ വളരെ കുറച്ചായിരിക്കും. അപ്പൊ ഇങ്ങനെ വായിലൂടെ ശ്വാസം എടുക്കുന്ന സമയത്ത് അതിലൂടെയും വായിലൂടെ ഉമിനീര് പോവാം. കൂർക്കം വലി കൂടുതലുള്ളവർക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരുന്നതാണ്. അഞ്ചാമത്തെ റീസൺ നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. കൂടുതലായിട്ട് നെഞ്ചരിച്ചില്, പുളിച്ചു തകിട്ടില്, ആസിഡ് റിഫ്ലക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ രാത്രി കിടക്കുന്ന സമയത്ത് ഈ ഒരു ആസിഡ് മുകളിലേക്ക് വരും. മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ ഉമിനീര് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഗ്രന്ഥികൾ ഉണ്ടല്ലോ, അതിനെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിലൂടെ അവിടെ നിന്നും കുറച്ചും കൂടി കൂടുതൽ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ വന്നിട്ട് അങ്ങനെ രാത്രി കിടക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉമിനീര് വയലിൽ നിന്ന് വരാം. ആറാമത്തെ റീസൺ ആണ്, നമുക്ക് എന്തെങ്കിലും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സെറിബ്രൽ പാൾസി പോലെയുള്ള പ്രശ്നങ്ങള്, പാർക്കിൻസൺസ് ഡിസീസസ്, സ്ട്രോക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരിലും, കുട്ടികളില് ചിലർക്കൊക്കെ ഡൗൺ സിൻഡ്രോം, ഓട്ടിസം ബാധിച്ച കുട്ടികള്, ഇവരിലും ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. കാരണം നമ്മുടെ ഞരമ്പുകൾ വളരെയധികം വീക്ക് ആവുമല്ലോ. വീക്ക് ആകുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ കിട്ടാതെ അങ്ങനെയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായ തുറക്കും, അങ്ങനെ ഉമിനീര് പുറത്തേക്ക് പോകും. ഇതല്ലാതെ പലതരം മറ്റ് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ, ഗർഭിണികളായിട്ടുള്ള സ്ത്രീകള് ഗർഭാവസ്ഥയിലും ഈ പ്രശ്നം കാണാറുണ്ട്. പലതരം മരുന്നുകളുടെ സൈഡ് എഫക്ട് കൊണ്ടും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഇത് പരിഹരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ ഈ പറഞ്ഞിട്ടുള്ള കാരണങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ നോക്കുക. ഇപ്പോ അമിതവണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ വണ്ണം നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂർക്കം വലിയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുക. അലർജിക് റിയാക്ഷൻ, അലർജിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് സൈനസൈറ്റിസ്, അതുപോലെ തന്നെ ജലദോഷം, ടോൺസിലൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് അതിനെ കുറയ്ക്കാനായിട്ട് കൂടി നോക്കുക. ഇനി നിങ്ങളുടെ സ്ലീപ്പിംഗ് പൊസിഷൻ കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും നിങ്ങൾ നിവർന്ന് കിടക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക. നിവർന്ന് കിടക്കുന്ന സമയത്ത് തല കുറച്ചൊന്ന് പൊന്തിച്ചിട്ട്, വല്ലാതെ പൊന്തിക്കരുത്, കുറച്ചൊന്ന് പൊന്തിച്ച് കിടക്കുന്നതും നല്ലൊരു പൊസിഷൻ തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ. ഇനി അടുത്തത്, നിങ്ങൾക്ക് ആസിഡ് റിഫ്ലക്സ് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ രാത്രി കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങാനായിട്ട് കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. പിന്നെ രാത്രി ഭക്ഷണം കഴിക്കുന്നതിൽ ഫാസ്റ്റ് ഫുഡ്, എരിവ്, പുളി ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കുറവാക്കുക. ആസിഡിറ്റി വളരെയധികം കൂടുതലാണ്, ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, റിഫ്ലക്സ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പരിഹരിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ നിങ്ങൾ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫേഷ്യൽ എക്സസൈസ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കിടക്കാനും കൂടി നോക്കാം കേട്ടോ. ഫേഷ്യൽ എക്സസൈസ് എന്തൊക്കെ ചെയ്യാന്നുള്ളത് യൂട്യൂബിൽ തന്നെ ധാരാളം വീഡിയോസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് വെച്ചാൽ അതൊരു 1 മിനിറ്റ് 2 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് കിടക്കാനും കൂടി നോക്കുക. ഇതിലൂടെ നമ്മുടെ ഇവിടുത്തെ മസിൽസ് കുറച്ചൊന്ന് റിലാക്സ് ആകുന്നതിനും ഈ ഒരു പ്രശ്നത്തിന് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് സാധിക്കും. അടുത്തൊരു കാര്യം കൂടിയാണ്, നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. കിടക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ നിങ്ങൾ കണ്ണടച്ച് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് അനുലോം വിലോം ചെയ്യാനായിട്ട് നോക്കുക. എങ്ങനെ ചെയ്യാന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഒരു മൂക്ക് അടച്ചിട്ട് ഒരു മൂക്കിലൂടെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുന്നത് 3 സെക്കൻഡോട് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ആ ബ്രീത്ത് നമ്മൾ ചെസ്റ്റിന്റെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് ഒരു 4 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് മറ്റേ മൂക്കിലൂടെ ഒരു 6 മുതൽ 8 സെക്കൻഡ് കൊണ്ട് ബ്രീത്ത് പുറത്തേക്ക് വിടുക.
എത്രത്തോളം ബ്രീത്ത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് വിട്ടോ അത്രത്തോളം സ്ലോ ആയിട്ട് നമ്മൾ ബ്രീത്ത് പുറത്തേക്ക് കളയാനും കൂടി നോക്കുക. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഒരു 10 വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഇതിലൂടെയും നമ്മുടെ ഇവിടുത്തെ മസിൽസ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഈ ഒരു പ്രശ്നത്തിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും കൂടി നമുക്ക് സഹായിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടി, ഈ 2 കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ചെറിയൊരു ഇൻഫോർമേഷൻ ആണ്, പക്ഷെ പല ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഇട്ടത്. അപ്പൊ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.